ശ്രീരജനി വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. മണ്ഡലയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. മണ്ഡലയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. LDF-ന്റെ അഭിവാദ്യങ്ങൾ. വീര ശ്രീനിജ. ഈ നാടിന് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് ഈ വികസന മുന്നേറ്റ യാത്രയുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്കറിയാം 2021 മുമ്പ് നമ്മുടെ നിയോജകമണ്ഡലം എങ്ങനെയായിരുന്നുവെന്നും 2021 ശേഷം എങ്ങനെയായിരുന്നുവെന്നും നമ്മൾ ആലോചിക്കണം. ആ ഓർമ്മപ്പെടുത്തലായിരിക്കണം 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ നമുക്ക് വെക്കാനുള്ളത്. കിഴക്കമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച് കിഴക്കമ്പലം പഞ്ചായത്ത് കൂടി സഹകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ അധികമായിട്ട് നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിയുമായിരുന്നു. നമുക്കറിയാം, ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ടോ MLAയുമായിട്ടോ സഹകരിക്കാൻ തയ്യാറാകാത്ത ഒരു പഞ്ചായത്താണ്. എന്നിരുന്നിട്ട് കൂടി ഇപ്പൊ നവകേരള സദസ്സിന്റെ 7 കോടി ഈ മണ്ഡലത്തിൽ അനുവദിച്ചപ്പോ 3.5 കോടി അനുവദിക്കപ്പെട്ടത് കിഴക്കമ്പലം പഞ്ചായത്തിന്. കടമ്പ്രയാർ ടൂറിസത്തിന് വേണ്ടി 3.5 കോടി രൂപ അനുവദിക്കുകയും അത് കൂടാതെ 1 കോടി രൂപ അധികമായി അനുവദിച്ച് ഏകദേശം 4.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കടമ്പ്രയാർ മാത്രം നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നെല്ലാട് കിഴക്കമ്പലം റോഡിന്റെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്തായിരുന്നു നെല്ലാട് കിഴക്കമ്പലം റോഡിന്റെ സ്ഥിതി? വലിയ കുഴികളായി, വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ചെണ്ടും ചെളിയുമായി കിടന്നിരുന്ന ഒരു പ്രദേശം. കിഴക്കമ്പലത്ത് നിന്ന് നിങ്ങൾക്ക് നെല്ലാട് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ അധികം യാത്ര ചെയ്യണമായിരുന്നു. ഇന്ന് നമ്മളാരും പറയണ്ട, നിങ്ങൾ മൂവാറ്റുപുഴ വന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് മൂവാറ്റുപുഴയ്ക്ക് പോകണമെങ്കിൽ വെറുതെ ഗൂഗിൾ ചെയ്യുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഗൂഗിള് പോലും കാണിച്ചു തരുന്ന വഴി എന്ന് പറയുന്നത് കിഴക്കമ്പലം നെല്ലാട് റോഡാണെന്ന് വളരെ അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്ര മനോഹരമായിട്ട് BMBC നിലവാരത്തിൽ ശരിയായിരിക്കുന്ന റോഡ്. ആ റോഡ് ഒന്ന് മാത്രം മതി. 2021 മുമ്പും 2020 ശേഷവും എന്താണ് ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ച നമുക്ക് തരും. മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, ആ റോഡിന്റെ സ്ഥിതി എന്തായിരുന്നു?
നിങ്ങൾക്ക് ഒരുപക്ഷെ ആ റോഡിന്റെ ദയനീയ സ്ഥിതി അറിയില്ല. ആ പ്രദേശത്തുള്ള സ്കൂള് ഗാർഡിയൻ ഏഞ്ചൽ സ്കൂള് ഏകദേശം 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഞാൻ 2021 MLA ആയതിനു ശേഷം ഒരു വർഷം നിങ്ങൾക്കറിയാം കോവിഡുമായിട്ട് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കാതെ ഒരു വർഷമാണ് കടന്നുപോയത്. ആ കുട്ടികൾ ആകെ എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്കിളെ ഞങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ സ്കൂളിൽ ചെളിയിൽ ചവിട്ടിയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്, അങ്കിൾ ആ റോഡൊന്ന്, എൻ്റെ മക്കളുടെ പ്രായവും, ഞങ്ങൾ അങ്കിൾ ആ റോഡൊന്ന് നന്നാക്കി തരണം. ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് മണ്ഡലത്തിൽ വരണമെന്ന് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം മണ്ഡലം സന്ദർശിച്ചു, നെല്ലാട് കിഴക്കമ്പലം റോഡ് സന്ദർശിച്ചു, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് സന്ദർശിച്ചു. അതിനുശേഷം രണ്ടാമത്തെ റോഡ് കൂടി. എന്തായിരുന്നു ചൂണ്ടി രാമമംഗലം റോഡിന്റെ അവസ്ഥ 2021 മുമ്പ്? ഞാൻ PWD റോഡുകൾ ആദ്യം പറയാട്ടോ. നിങ്ങൾ റോഡുകൾ മാത്രമല്ല, ഇത് നീണ്ട നിര തന്നെയുണ്ട്. എനിക്ക് ചൂണ്ടി രാമമംഗലം റോഡ് വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ്റനൻസ് നടത്തിയ റോഡ് നമ്മൾ തുക അനുവദിച്ചു. തുക അനുവദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ പാർട്ടി സഖാക്കൾ പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു, ആ റോഡ് ഇപ്പം നന്നാക്കരുത്. എനിക്ക് അത്ഭുതമായി. കാരണം ഒരു റോഡിന് ഫണ്ട് വെച്ചിട്ട് എന്തുകൊണ്ടാണ് നന്നാക്കരുതെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു 40 വർഷമായിട്ട് പഴക്കമുള്ള പൈപ്പുകൾ പോകുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തു കൂടി വലിയ വാഹനങ്ങൾ, ട്രക്കുകളാണ് സഞ്ചരിക്കുന്നത്. റോഡ് ഇപ്പം നന്നാക്കി കഴിഞ്ഞാൽ ഉടനടി ആ പഴയ പൈപ്പുകൾ പൊട്ടും. നമ്മൾ റോഡ് നന്നാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ എന്താണ് പരിഹാരം? ആ പൈപ്പുകൾ അത്രയും ഏതാണ്ട് 6 കിലോമീറ്റർ ഉള്ള പൈപ്പുകൾ മുഴുവൻ മാറ്റണം. എസ്റ്റിമേറ്റ് എടുത്തു, ഏകദേശം 4.5 കോടി രൂപ. ആ പൈപ്പുകൾ മുഴുവൻ മാറ്റാൻ വേണ്ടി നമ്മൾ തുക അനുവദിച്ചു. റോഡ് റെസ്റ്റോറേഷൻ നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ BMTC നിലവാരത്തിൽ. നേരത്തെ ചൂണ്ടിയിൽ നിന്ന് രാമമംഗലം എത്താന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ ഓഫ് റോഡ് നമുക്ക് അനുഭവമായിരുന്നു. ഇപ്പോ പരമാവധി 10 മിനിറ്റ്. ഇപ്പൊ 3 റോഡുകൾ. ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡ്, ഈ റോഡ് അത് ഈ മണ്ഡലത്തിലെ എല്ലാ റോഡിലും BMTC ആയെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ നമ്മുടെ ഈ മുന്നിലുള്ള റോഡ് മാത്രം. എന്റെ HOC ചിത്രപ്പുഴ മുതൽ HOC വരെ 25 കോടി 4 വരിപ്പാതാകാൻ പോവുകയാണ്. അതിന്റെ ഡിസൈൻ വർക്കുകൾ ആരംഭിച്ചു, അതിന്റെ സർവേ നടപടികൾ ആരംഭിച്ചു. HOC മുതൽ പള്ളിക്കര വരെ 12.5 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ BM വർക്കുകൾ പൂർത്തീകരിച്ചു. എന്റെ ഈ ഭാഗം നടക്കാതെ പോയത്? ഇവിടെയുള്ള എന്റെ കേൾക്കുന്ന നല്ലവരായിട്ടുള്ള 2020 പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പ്രിയപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യമായി. ഈ വർക്കിന് 2021 തന്നെ ഭരണാനുമതി കിട്ടിയതാണ്. അന്നൊരു കോൺട്രാക്ടർ ഈ വർക്ക് എടുത്തു. ഒരു വർഷം കോവിഡാണ്, നമുക്ക് മനസ്സിലാക്കാം. അന്ന് വർക്കുകളൊന്നും നടന്നില്ല. പക്ഷെ അയാള് തവണയും കൊടുത്തു. 7ാമത്തെ തവണയും അപേക്ഷയുമായി വന്നപ്പോ, കാരണം ഈ വർക്ക് നെല്ലാട് കിഴക്കമ്പലം റോഡ് നന്നായി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെയും MLAയുടെയും പ്രതിച്ഛായ നന്നാകുമെന്നുള്ള ഒരു തോന്നല് മുതലാളിക്ക് വേണ്ടി. അങ്ങനെ പ്രതിച്ഛായ വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ക്ഷീണമാവുന്നുള്ളത് കൊണ്ട് ആദ്യം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലുള്ള ഭാഗം മാത്രം പെട്ടെന്ന് വർക്ക് ചെയ്തു. അതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തിന്റെ വീടിലുള്ള ഭാഗം ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് റോഡ് പണി ചെയ്യാൻ ഈ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, വിജയ് കൺസ്ട്രക്ഷൻ. വിജയ് കൺസ്ട്രക്ഷൻ ആരാ? കിഴക്കമ്പലം പഞ്ചായത്തിലെ 99% വർക്ക് ചെയ്യുന്നത് വിജയ് കൺസ്ട്രക്ഷൻ ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിനാമി. 7ാം തവണയും കമ്മിറ്റിയുടെ മുൻപാകെ ഈ വർക്കിന് എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞ അപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു നിലപാടെടുത്തു. ഇല്ല, ഇനി എക്സ്റ്റൻഷൻ കൊടുക്കണ്ട. കാരണം ഇത് റോഡ് പണിയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇവിടത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ
അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചു. എന്താ റിസ്ക് ആൻഡ് കോസ്റ്റ്? 2021 തുക അനുവദിച്ച ആ വർക്ക് 2024 തുക അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ ഈ 3 വർഷത്തേക്ക് വന്ന അധിക തുക, കാരണം പ്രൈസിൽ വലിയ വ്യത്യാസം വരും, മെറ്റീരിയൽസിന്റെ വില കൂടും. അപ്പൊ പുതിയ കോൺട്രാക്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർക്കിന് അന്ന് കൊടുത്തതിനേക്കാൾ അധിക തുക കൊടുക്കേണ്ടി വരും. അതാരാ കൊടുക്കേണ്ടത്? പഴയ കോൺട്രാക്ടർ ആയിട്ടുള്ള വിജയ് കൺസ്ട്രക്ഷൻ. വിജയ് കൺസ്ട്രക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മുതലാളി കൊടുക്കുന്നതിന് തുല്യം. സ്വാഭാവികമായിട്ടും നഷ്ടം വരുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ കോടതിയിൽ പോയി. എത്ര പ്രാവശ്യം കോടതിയിൽ പോയി? 5 or 6 തവണ കോടതിയിൽ പോയി നിരന്തരമായിട്ട് ഈ വർക്ക് തടസ്സപ്പെടുത്തും. അങ്ങനെ അവസാനം നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വർക്ക് പുതിയ കോൺട്രാക്ടർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. അതിന് അംഗീകാരം കിട്ടി. വർക്ക് തുടങ്ങാൻ കോൺട്രാക്ടർ റെഡി ആയിട്ട് വന്നപ്പോ ഇവർ വീണ്ടും കോടതിയിൽ പോയി. പല പ്രാവശ്യം കോടതി പോലും പല പ്രാവശ്യം ഇതിന്റെ യാഥാർത്ഥ്യം കോടതിക്ക് അറിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഈ പേപ്പറിലുള്ള ഭാഗം മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും കോടതി അങ്ങനെ പരിഗണിക്കണമെന്നില്ല. ഇപ്പൊ പലതവണ കോടതിയിൽ കേസ് വരും. ഇയാള് പല അവധികൾ പറഞ്ഞ് വർക്ക് നീട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ആ കോൺട്രാക്ടർ, പുതുതായിട്ട് കിട്ടിയ കോൺട്രാക്ടർ ഈ വർക്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ വർക്ക് കൂടി നമുക്ക് ഈ മണ്ഡലത്തിലെ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും തന്നെ BMDC നിലവാരത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ ഒരിക്കലും നടക്കരുത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം. ിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 2020 ഞങ്ങൾ പിരിച്ചുവിടുമെന്നല്ലേ പറഞ്ഞത്? എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള 2020 പ്രവർത്തിക്കുന്ന എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ മുതലാളിയെടുത്ത് ചോദിക്കണം, എന്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് BJPയുടെ വാലാകാനല്ല, NDAയുടെ വാലാകാനല്ല, മറിച്ച് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. നിങ്ങൾ ഞങ്ങളോട് വിശ്വാസ വഞ്ചന ചെയ്തിരിക്കുന്നു. ആ വിശ്വാസ വഞ്ചനയിൽ പ്രിയപ്പെട്ട 2020 സുഹൃത്തുക്കളെ, നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങളോടല്ല ഞങ്ങളുടെ വിരോധം, നിങ്ങളോടല്ല ഞങ്ങളുടെ വിരോധം, മറിച്ച് സാബു ജേക്കബ് മുന്നോട്ട് വെക്കുന്ന വികസനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യമല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നത്. 2021 ഞാൻ ഇവിടെ MLA ആയിട്ട് വരുമ്പോ ഏകദേശം 1000 കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 541 SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അതിൽ തന്നെ ഞാൻ ഒരു കാര്യം അഭിമാനത്തോട് കൂടി പറയാം, ഈ വീടുകളൊന്നും വെച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കല്ല, 2020-കാർക്കല്ല, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഈ വീട് കിട്ടിയ ആളുകളുണ്ട്. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതങ്ങൾക്കും അതീതമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. MLA എന്നുള്ള രീതിയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ പാരീത്തുകാവ് വാഴക്കുളത്ത് 8 SC/ST കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അവരെ ഒഴിപ്പിക്കണം. ഏകദേശം 100 വർഷമായിട്ട് അവർ താമസിക്കുന്ന പ്രദേശമാണ്. പോലീസ് വന്നു, കോടതിയുടെ ഉത്തരവായതുകൊണ്ട് പോലീസ് വരേണ്ടി വന്നു, ഒഴിപ്പിക്കാൻ സർവ്വസന്നാഹമായിട്ട് വന്നു. അന്ന് നമ്മൾ തീരുമാനിച്ചു, LDF തീരുമാനിച്ചു, പാർട്ടി തീരുമാനിച്ചു, ഒരു കാരണവശാലും ആ കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു. MLA എന്നുള്ളതിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത്, അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ആ 8 കുടുംബങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വന്നാൽ. ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലം അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമുക്കറിയാം, 2021 LDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ നമ്മൾ കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമുണ്ട്. എന്തായിരുന്നു? ഈ മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന്. ഇന്ന് 2026 നിൽക്കുമ്പോ 426 കോടി രൂപയാണ് ഈ മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിരിക്കുന്നത്. ഇനി ഈ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പാലങ്ങൾ, ഇപ്പൊ മഞ്ചേരിക്കുഴി പാലം നിങ്ങൾക്കറിയാൻ കഴിയില്ല, പൂത്തർക്ക പഞ്ചായത്ത് 2010 മോനായി MLA ആയിരിക്കുമ്പോ
4 കാല് അതിന്റെ പണി തുടങ്ങി. ആ 4 കാല് നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. മുൻ MLA സജീന്ദ്രൻ വന്നു. 10 വർഷമായിട്ടും 4 കാല് തുടർന്നു. സാധാരണ 4 കാലിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നിനും പാലം എഴുന്നേറ്റ് ഓടും. പാലത്തിന് ബോറടിച്ചു തുടങ്ങി. പാർട്ടി പറഞ്ഞു 2021 തെരഞ്ഞെടുപ്പിൽ MLA ജയിക്കുകയാണെങ്കിൽ ഈ പാലം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ നോക്ക്, കോരങ്കടവ് പാലം 2023 അവസാനം മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന് ആ പാലം ഉദ്ഘാടനം ചെയ്തു. കൈയടിക്കാനാണെങ്കിൽ എല്ലാം പറയുമ്പോൾ കൈയടിക്കേണ്ടി വരും. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോന്നും പറയണം. അപ്പൊ അബ്ബാസിനെ MLA ഷാളണിയിച്ച് സ്വീകരിക്കും. അത് ചെങ്കൊടി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് KK കൈമാറുന്നു. ശ്രീധരൻ, അജ്മൽ, അബ്ദുൾ അസീസ്, സലാം PU, സൈനുദ്ദീൻ, ജോയി KK, റെജി. ബൂത്ത് 101 MK രാജൻ, ശ്രീദേവി രാജൻ, KM സെക്കപ്പ്. ബൂത്ത് 102 ടിഞ്ചു, മഹേഷ്, സുരേഷ്, സുമേഷ് വാസു, ദേവിക, സൂര്യ, രാജൻ, KM ഏലിയാസ്, TR രവി. ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് എല്ലാവർക്കും ഒറ്റവാക്കിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലമായ കനകമലത്തേക്ക് ഈ യാത്ര പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിവിധ അഗതി മന്ദിരങ്ങൾക്ക്, അനാഥാലയങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം കുഴിക്കാട് സ്കൂളിന് കൊടുത്തു. പിന്നെ ദിവസം മദർ കെയർ എന്ന തൊണ്ടിയിലുള്ള ബുദ്ധിമാന്യമുള്ള ആളുകൾ താമസിക്കുന്ന സെന്ററിൽ എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോ ദിവസവും ലഭിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്.